ശ്രീ കെ ആൻസ്ലാൻ. സർ, കേരളത്തിലെ ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും കേരളത്തിലെ സമഗ്ര വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് നിരത്തുകളുടെ വികസനമാണ്. ആ വികസനത്തിൻ്റെ സാധ്യത വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് കാലത്ത് മുട്ടുമുടക്കിയ ദേശീയപാത അതോറിറ്റി ഭൂമി ഏറ്റെടുത്ത് കൊടുക്കൽ നടപടിയടക്കം ഒട്ടനവധി വികസന വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നൽകിയ കേരളത്തിലെ പ്രതിപക്ഷമടക്കം മറുഭാഗത്ത് നിൽക്കുമ്പോൾ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ദേശീയപാത വികസനമടക്കം സംസ്ഥാന റോഡുകളുടെ വികസന പ്രവർത്തനത്തിന് മുന്നോക്കം നൽകുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ ഗവൺമെൻറ് കാലത്ത് അതിന് നല്ല നിലയിലുള്ള പുരോഗതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളുടെ പ്രവർത്തനങ്ങൾക്ക് അതിവേഗതയിലേക്ക് പോവുകയാണ്. അതിൽ പ്രത്യേകിച്ച് വഴിമുക്ക് മുതൽ കളിയിക്കൽ വരെയുള്ള പാത ഇരട്ടിപ്പിക്കലിൻ്റെ പ്രവർത്തനങ്ങളിലും ത്വരിതപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. എൻ്റെ ചോദ്യം, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വികസനം നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖ വികസനം കൂടി മുന്നിൽ കണ്ടുള്ള ഔട്ടർ റിംഗ് റോഡ് പദ്ധതി തലസ്ഥാന വികസനത്തിന് എത്രത്തോളം ഗുണകരമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്? യെസ് മിനിസ്റ്റർ. സർ, എങ്ങനെയാണ് ഒരു സർക്കാർ വളരെ മുൻകൂട്ടി കാര്യങ്ങൾ കണ്ട് ദീർഘവീക്ഷണത്തോടു കൂടി ഇടപെടുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വിഴിഞ്ഞം തുറമുഖ വികസനത്തെ കണ്ടുകൊണ്ട് ഔട്ടർ റിംഗ് റോഡ് പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്തത്. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് കേന്ദ്ര സർക്കാരുമായി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തു. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ സംസ്ഥാനത്താകെയും തലസ്ഥാനത്ത് പ്രത്യേകിച്ചു ഉണ്ടാകാനിടയുള്ള വികസന കുതിപ്പ് അത് മുന്നിൽ കണ്ടാണ് LDF സർക്കാർ ഔട്ടർ റിംഗ് റോഡ് പദ്ധതി ആവിഷ്കരിച്ചത്. വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നതോടെ ദേശീയപാത 66ൻ്റെ ഭാഗമായ ബൈപ്പാസ് മാത്രമായി കണക്ടിവിറ്റി ഉൾക്കൊള്ളില്ല എന്നത് കണക്കിലെടുത്താണ് ഇത്തരം ഒരു പദ്ധതി ആവിഷ്കരിച്ചത്. അതിന് മാത്രം കാത്തിരുന്നെങ്കിൽ വലിയ പ്രയാസം സൃഷ്ടിക്കുമായിരുന്നു. പ്രയാസങ്ങൾ ഒഴിഞ്ഞു എന്ന് മാത്രമല്ല, ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള സർക്കാരിൻ്റെ കാഴ്ചപ്പാട് എത്രത്തോളം ഫലപ്രദമാണെന്ന് പൊതുവെ ജനങ്ങൾ അനുഭവിക്കുകയും ചെയ്യും. വിഴിഞ്ഞം ഉണ്ടാക്കാനിടയുള്ള സാമ്പത്തിക വാണിജ്യ സാധ്യതകളെ കൂടി ഉപയോഗപ്പെടുത്താൻ റിംഗ് റോഡ് പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നു. ഒരു മേഖലയിൽ മാത്രമായി വികസനം കേന്ദ്രീകരിക്കാതെ തലസ്ഥാനത്തെ മറ്റിടങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ ഈ പദ്ധതി വഴി സാധിക്കും. തലസ്ഥാനത്തെ സർവ്വ മേഖലകളിലും കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന ഔട്ടർ റിംഗ് റോഡിൻ്റെ പദ്ധതി രൂപീകരണം വളരെ നേരത്തെ നിശ്ചയിച്ച് സർക്കാർ ഇടപെട്ടതിൻ്റെ ഭാഗമായി ഫലപ്രദമായി മുന്നോട്ട് പോകും. ഇത് പൊതുവെ നമ്മൾ പരിശോധിച്ചാൽ സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ച പോസിറ്റീവായി അതിൻ്റെ ഭാഗമായി ദേശീയപാത നിലവാരത്തിൽ റിംഗ് റോഡ് നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുൻഗണനാ പദ്ധതിയിൽ ഇത് ഉൾപ്പെടുത്തുകയും കൃത്യമായ ഇടവേളകളിൽ പദ്ധതിയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന അവലോകന യോഗത്തിലും ഔട്ടർ റിംഗ് റോഡ് സാധ്യമാക്കുന്നതിനുള്ള ചർച്ചകൾ വളരെ പോസിറ്റീവായി നടന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ഈ പദ്ധതികളെല്ലാം വിജയിപ്പിക്കണമെങ്കിൽ കേന്ദ്ര ഫണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതൊരു ഔദാര്യമല്ല, കേരളത്തിന് അവകാശപ്പെട്ടതാണ്. ഈ റിംഗ് റോഡ് പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് അനുവദിക്കുന്നതിൽ കേന്ദ്ര ഗവൺമെൻറ് എന്തെങ്കിലും വിമുഖതയുണ്ടോ? സർ, പൊതുവേ നമ്മൾ സഭയിൽ പ്രത്യേകിച്ച് ഈ സമ്മേളനത്തിൽ നല്ല നിലയിൽ ചർച്ച നടത്തുകയും പൊതുവെ ആളുകൾക്ക് ബോധ്യപ്പെടുകയും ചെയ്തതാണ് എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ കേരളത്തോട് അവഗണന കാണിക്കുന്നു. ആ അവഗണന പ്രശ്നം പൊതുവേ ഉണ്ട്. ഇടതുപക്ഷ ബദൽ വളരെ നല്ല നിലയിൽ നടപ്പിലാക്കുമ്പോൾ രാജ്യമാകെ ചർച്ച ചെയ്യുന്നു. മതനിരപേക്ഷതയ്ക്ക് എങ്ങനെയാണ് ബദൽ ഉയർത്താമെന്ന് ഇടതുപക്ഷം പൊതുവെ സർക്കാരിൻ്റെ നിലപാടുകളിലൂടെ തെളിയിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി വൈരനിരാധന ബുദ്ധിയോടുകൂടി രാഷ്ട്രീയ പക